തമ്മിൽ 4-5 വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കുട്ടികൾക്കും നല്ലതാണ്, അമ്മമാർക്കും നല്ലതാണ്. ഞാനിത് എല്ലാരോടും പറയാറുള്ളതാ. പക്ഷേ കഴിഞ്ഞ ഡെലിവറി സമയത്ത് ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്താനാ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ്. ഫോർച്ചുനേറ്റ്ലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ. ആ കല്യാണമൊക്കെ എവിടം വരെയായി? 21 അല്ലേ? ആ ഞാൻ വരും, തീർച്ചയായിട്ടും വരും. 2-3 നേരം പായസമൊക്കെ കാണൂല്ലേ? ഓ എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള ഒരു സാധനം വേറെ ഒന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ? അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ഓക്കെ. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ വീണ്ടും ഇത്ര പെട്ടെന്ന് ആവേണ്ടിയില്ലായിരുന്നു? അതെ, ഡോക്ടർ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. അല്ല പിന്നെ ഇതൊക്കെ ഇന്നപ്പോ വേണമെന്നും ഇന്നപ്പോ വേണ്ടെന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളും മറ്റോ ആണോ പറ്റേ? ഞാൻ നമ്മുടെ ഓരോ ഗതികേട് ആലോചിക്കുക. കല്യാണം കഴിഞ്ഞിടയ്ക്ക് എവിടെയെങ്കിലും LFC എടുത്ത് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അച്ഛനും അനിയത്തി ഒറ്റയ്ക്കാവുമല്ലോ എന്നായിരുന്നു നിർമ്മലയുടെ ഭക്ഷണം. സൗകര്യമായിട്ടൊന്ന് മാറി താമസിക്കാന്ന് വെച്ചാൽ അത് നടക്കണ്ടായി. അപ്പോഴേക്കും സോണിമോളുണ്ടായി. എന്നാ പിന്നെ സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടാകാം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു മധുവിധു എന്ന് കരുതിയപ്പോ കിടക്കുന്നു. അയ്യോ, മോളിപ്പോ ഒറ്റയ്ക്കാണ്. ചിറ്റമ്മ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും. നിർമ്മലക്ക് എല്ലാ കാര്യത്തിലും ആവശ്യത്തിലും കൂടുതലാണ് കൺസേൺ. ഒന്ന് സമാധാനമായിട്ടിരുന്നേ. ഹരിയുടെ അമ്മ പരിചയമില്ലാത്ത ആളോ മറ്റോ ആണോ? ഇതിനടുത്ത് എന്റെ നിർമ്മലേ, നിങ്ങൾ പോയേ പിന്നുണ്ടല്ലോ ഇവളെന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. മുത്തശ്ശി മുത്തശ്ശി എന്നും പറഞ്ഞ് കയ്യെ തൂങ്ങിക്കൊണ്ട് പറമ്പായ പറമ്പ് മുഴുവൻ നടത്തലായിരുന്നു. പിന്നെ ദേവൻ വന്ന് ഈ കുന്ത്രാണ്ട് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. വീട്ടിലേക്ക് കയറുന്നില്ലേ മോനെ? ഇല്ല, ഞങ്ങൾ ചെന്നിട്ട് വേണം ഇൻവിറ്റേഷനിലേക്ക് അഡ്രസ് ചെയ്ത്. അച്ഛൻ കാത്തിരിക്കുക. ഓ, പറഞ്ഞ പോലെ കല്യാണം ഇങ്ങനെ നടത്തല്ലോ. പത്മനാഭൻ ചേട്ടൻ ഇപ്പൊ ഇരിക്കപ്രതി ഉണ്ടാവില്ല. ഇനി ഒരു കല്യാണം നടത്താനാണെങ്കിൽ സോണിമോള് വലുതായിട്ട് വേണ്ടേ? മോളെ, നമുക്ക് കിടക്കാം. സോണിക്കുട്ടി അച്ഛന്റെ അടുത്താണോ കിടക്കുന്നേ, അമ്മയുടെ അടുത്താണോ കിടക്കുന്നേ? ഞാനേ എന്റെ പേര് നടുക്കാ കിടക്കുന്ന. ഇവനൊരു നാണോ ഇല്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, കല്യാണത്തിന് ഇനി ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. കല്യാണ പെണ്ണിന്റെ വീട്ടിൽ എപ്പോഴും എങ്ങനെ ഇടിച്ച് കയറുകയെന്ന് വെച്ചാൽ ആ നാണക്കേടെ ഞാനങ്ങ് സഹിച്ചു. ഇല്ലേ മോളെ? ആ പിന്നെ നന്ദു വന്നത് ഏതായാലും നന്നായി. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ? 18-ാം തീയതി സോണിമോളുടെ ബർത്ത്ഡേ ആണ്. നന്ദു വരണം.
21-ാം തീയതി കല്യാണമാണെന്ന് കരുതി ഡെലിക്കസി ഒന്നും വേണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. നന്ദു വരണം കേട്ടോ. വരാം. ആ കല്യാണത്തിന് മുമ്പ് ഒന്നുകൂടെ കയറി വരാൻ അവനൊരു ചാൻസ് കൂടെ ആയി. എന്റെ യോഗ. നല്ലോട്ടെ. നന്ദു എത്തിയല്ലോ. എന്താ വൈകുന്നെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കേട്ടോ സംഭവമൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഹായ്, ഹാപ്പി ബർത്ത്ഡേ സോണിമോൻ. താങ്ക് യു അങ്കിൾ. വാ മോളെ. ഊതു ഊതു. നമുക്കില്ലേ അല്ലെങ്കിൽ മറന്നു പോളിയാ. അങ്കിൾ ഇതൊന്ന് വായിച്ചു. ഞാൻ വായിക്കാം, മോളിരി. ഇനിയിപ്പോ രാത്രി പോണോ നന്ദു? അയ്യോ, പോണം. നമുക്ക് ഇവിടെ കൂടെ വേണോ നന്ദു? അത് പറ്റില്ല. കല്യാണത്തിന് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. അവിടെ ആൾക്കാരൊക്കെ എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് കുറെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ളതാണ്. എന്നാ ചൊല്ലേ കൂടുതൽ വൈകിക്കണ്ട. നീ വരുന്നില്ലേ? അയ്യോ നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വയറ് നിറച്ചു വല്ലതും കഴിച്ചിട്ടേ വരുന്നുള്ളൂ. അല്ലേ കേട്ടാ? ഇങ്ങനൊരു സാധനം. അപ്പൊ ശരി, എല്ലാവരോടും സീതയോട് മാത്രമായിട്ട് യാത്ര വയ്ക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ. ശരി. നന്ദു ലൈറ്റ് ഓൺ ചെയ്യും. ശരി. ടാറ്റാ.